ഇപ്പം നമ്മളെ കോഴിക്കോട് മാവൂർ റൂട്ടിലാണുള്ളത്. ഇന്നത്തെ യാത്ര വയനാട്ടിലോട്ടാണ്. വയനാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഞാൻ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ ബസ്സുകളില്ലാത്തതുകൊണ്ട് നടന്ന് ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ നമ്മളിനി കോഴിക്കോട് മാവൂർ റൂട്ടിലെ KSRTC ബസ്സിൽ നിന്നും നേരെ വയനാട്ടിലോട്ട് പോകണം. ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ വയനാട്ടിലോട്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് KSRTC ടെർമിനലിനുള്ളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇത്രയും വലിയൊരു ബിൽഡിങ് പണിതിട്ടിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇതുവരെ നമ്മുടെ സർക്കാരിനോ കോർപ്പറേഷനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ശരിക്കും ബസ്സുകൾ വരുന്നു പോകുന്നു എന്നല്ലാതെ ഇവിടെ ഒരു പ്രവർത്തനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് പോകാനുള്ള അവസ്ഥ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ വയനാട് ചുരം കയറുകയാണ്. ഈ ചുരം കയറുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നും. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. എന്നാൽ ചില സമയങ്ങളിൽ ചുരം കയറുമ്പം നമുക്ക് ഭയങ്കര ബോറടിയായിരിക്കും, മടുപ്പായിരിക്കും. കാരണം ഫുൾ ബ്ലോക്കും ആകപ്പാടെ ഒരു എന്താ പറയുക, മടുത്തു പോവും. മണിക്കൂറുകളോളം ബ്ലോക്കിലൊക്കെ പെട്ട് പോയിട്ടുണ്ട് ഞാനൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് എന്തുകൊണ്ടോ നല്ല ദിവസമാണ്, ഒരു ബ്ലോക്കും ഇല്ലാതെ പോകാൻ പറ്റി. ഇന്ന് ഞാനേ ചുരം കയറുമ്പം കണ്ട ഒരു കാഴ്ചയുണ്ട്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാഴ്ച എന്താണെന്നല്ലേ, നമുക്ക് ഈ വളവ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഈ കണ്ടോ കടകളൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. കാരണം എന്താണെന്നറിയാവോ, ഗ്യാസ്, നമ്മളെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസിന്, LPG ഗ്യാസിന് ഭയങ്കര ക്ഷാമമാണ്. ശരിക്കും യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പറയും അത് അവിടെയല്ലേ, ഇസ്രായേലിലും ഇറാനിലും ഒക്കെ അല്ലേ, നമുക്ക് അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇത് കണ്ടോ കടകളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഗ്യാസില്ല, LPG ഗ്യാസില്ല, പെട്രോളിയം, അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നമുക്കെന്ത് വരും, ടൈറ്റ് വരും. അതൊക്കെ ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ്. ഇങ്ങനെയുള്ള ചെറിയ പെട്ടിക്കടകൾ മാത്രമല്ല, കോഫി ഹൗസ് പോലുള്ള വലിയ ഹോട്ടലുകളിലും ഗ്യാസിന് ക്ഷാമമായിട്ടുണ്ട്. അത് വലിയൊരു ദുരന്തമാണ്. ശരിക്കും നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ ഈ ചെറിയ കച്ചവടക്കാരൊക്കെ അന്നം വാങ്ങുന്നത് ഈ ഒരു ദിവസത്തെ കച്ചവടമൊക്കെ ആയിട്ടാണ്. പക്ഷേ എന്താ ചെയ്യുക, ഗ്യാസില്ലാതെ അവർക്കും കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ ചെറുകിട കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും സാധാരണക്കാരും വീടുകളിലുള്ളവർ വരെ. ഞാൻ തന്നെ 4 ദിവസം പറഞ്ഞിട്ടാണ് ഗ്യാസ് കിട്ടിയത്. 4 ദിവസമാണ് ഗ്യാസ് എന്ന് പറഞ്ഞ് ഞാൻ പുറകെ നടന്നത്. എന്നിട്ടാണ് പ്രൈവറ്റ് ഗ്യാസായിട്ട് വരെ എനിക്ക് കിട്ടിയത്, അതും വില കൂടുതലുമായിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. അങ്ങനെ നമ്മൾ വയനാട്ടിലോട്ട് കാലെടുത്ത് വെച്ചു. നമ്മൾ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇതാ പോന്നാണ്ടോ വണ്ടി നിറയെ ഗ്യാസ്. ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അത് നിറയെ ഗ്യാസ് നിറച്ച കുറ്റികളാണെങ്കിൽ കുറേ പേർക്കൊക്കെ ഗ്യാസ് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഒരു ചായ കുടിച്ചതിന് ശേഷം നമുക്ക് യാത്ര ആരംഭിക്കാം. അപ്പം നമ്മുടെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ പുതിയ യാത്ര ആരംഭിക്കുകയാണ്. എവിടേക്കാന്നല്ലേ, ഈ പോകുന്ന വഴിക്ക് ഞാൻ എല്ലാം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റയിലുള്ള ഒരു ടൗൺഷിപ്പ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. എല്ലാവർക്കും റോയ് 3 അറിവ് വീഡിയോസിലേക്ക് സ്വാഗതം. കൽപ്പറ്റയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും.
കൽപ്പറ്റ ബൈപ്പാസിലാണ് ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പറ്റ റെയിൽവേ സ്റ്റാൻഡിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു PNB ബാങ്കുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ റോഡുണ്ട്. ഈ കാണുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡിനാണ് നമ്മൾ നടക്കുന്നത്. നമ്മളങ്ങനെ നടക്കുമ്പോൾ ഒരു കടയിൽ കണ്ട കാഴ്ച ഉണ്ടോ, നല്ല രസമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഈ വഴി കുറച്ചങ്ങോട്ട് നടന്നു നമ്മുടെ യാത്രയിൽ ഞാനൊരു പുതിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടേ. നമ്മളിതുവരെ ബാഗാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളാകുമ്പോൾ ചെറിയ യാത്രയ്ക്കൊക്കെ ഈ ബാഗ് നല്ലതാണ്. അതായത് നമ്മുടെ പവർ ബാങ്ക്, അതുപോലെ തന്നെ ചാർജർ, മൈക്ക്, സെൽഫി സ്റ്റിക്ക്, ഇതൊക്കെ കൊണ്ടെടുക്കാൻ നമുക്ക് എളുപ്പമായി ചെറിയ ബാഗാണ്. ഈ ബാഗ് ഞാൻ വാങ്ങിയത് ആമസോണിനാണ്. 305 രൂപയാണ് ഇതിൻ്റെ വില. നല്ല കംഫർട്ടബിളാണ്, നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ ബാഗ് അവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ആമസോണിൽ കിട്ടും. ഈ റോഡിനൊരു 5 മിനിറ്റ് സഞ്ചരിച്ചാൽ നമുക്ക് ബൈപ്പാസിലോട്ട് എത്താൻ കഴിയും. ബൈപ്പാസിലാണ് പുതിയ ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ബൈപ്പാസിലോട്ട് ഈ റോഡിന് കയറുമ്പം തന്നെ നമുക്കിവിടെ പണിതിരിക്കുന്ന വീടുകളൊക്കെ കാണാനായിട്ട് കഴിയും. കയറുമ്പം തന്നെ കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ബൈപ്പാസ്. നേരെ മുന്നിൽ അതാണ് നമ്മുടെ പുതിയ ടൗൺഷിപ്പ്. അപ്പോൾ ഒരുപാട് പേര് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. നമുക്കും കയറി നോക്കാം. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കാം. ഇതുണ്ടോ, ഇതാണ് പുതിയ ടൗൺഷിപ്പ്. ഇതാണ് ബൈപ്പാസ് റോഡ്, കൽപ്പറ്റ ബൈപ്പാസ്. അപ്പോൾ നമ്മൾ കൽപ്പറ്റയിലെ പുതിയ ടൗൺഷിപ്പ് കാണാൻ പോവുകയാണ്. ഒരു ലൈക്ക് അടിച്ചോളൂ, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇവിടെ വെച്ചായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ സ്ഥലത്തൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെയൊക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം പോകാനുള്ള, വേസ്റ്റൊക്കെ പോകാനുള്ള ചാലുകളെന്ന് തോന്നുന്നുണ്ട്. എല്ലാം ഒരേപോലത്തെ വീടുകളാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാകുമ്പം ഒരുപക്ഷെ ഇത് അടിപൊളിയായിരിക്കും. എല്ലാ വശത്തോടെ റോഡുകളുണ്ട്, കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, ജിമ്മുണ്ടാവും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ടൗൺഷിപ്പാണ് ഇവിടെ പണിയുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. അവിടെ പൂർത്തിയായ വീടുകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതേ ഇവിടെ പണിതിരിക്കുന്ന ടൗൺഷിപ്പ്, കൽപ്പറ്റയിൽ പുതിയതായിട്ട് പണിതിരിക്കുന്ന ടൗൺഷിപ്പിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇതിൽ കൂടെ നടന്നിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, വിശേഷങ്ങളും പറഞ്ഞുതരാം. ഇവിടുത്തെ എല്ലാ വീടുകളും ഈ ഒരു മോഡലിലാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കയറി കാണിച്ചു തരാം. എല്ലാ വീടുകളും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളൊരു വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഡൈനിങ് ഹാളും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഹാളും ഒന്നിച്ചാണുള്ളത്. ഈ ഒരു ആകൃതിയാണുള്ളത്. ഇതുണ്ടോ, ആ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം.
നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന കിച്ചൺ കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അതും നമുക്ക് പാചകമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമുകളുണ്ട് അതിലോട്ട് കിടക്കുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല അത്യാവശ്യം സൗകര്യമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ബെഡ്റൂം ഇതാ ഈ കാണുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. കണ്ടോ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് പണിതിരിക്കുന്നത്. ഇനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്, അതുപോലെ തന്നെ വാഷ് ബേസിനും ഉണ്ട്. അതാണ് ഈ വീടിന് ഉള്ളിലുള്ള സൗകര്യങ്ങൾ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ്. മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർകേസ് ഉണ്ട്. പിന്നെ എല്ലാ വീടിൻ്റെ മുകളിലും സോളാർ പാനൽ. എല്ലാ വീടിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർകേസ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ വീട്ടിലും സോളാർ പാനലും ഉണ്ട്. മനോഹരമായ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടൗൺഷിപ്പിലോട്ട് ബൈപ്പാസിൽ നിന്നും വരുന്ന റോഡാണിത്. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വീടുകളുടെ മുന്നിൽ കൂടെയും നല്ല കിടിലൻ റോഡുകൾ വേറെയും പണിതിട്ടുണ്ട്. സംഭവം പൊളിയാട്ടോ. അങ്ങ് ദൂരെ കാണുന്നതും ഇതേപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. അതുപോലെ തന്നെ കുറേ വീടുകൾക്ക് തറക്കല്ലും ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടൗൺഷിപ്പ് പണിയുന്നത് സർക്കാരാണ്. കൂടാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സേവാ സംഘടനകളും വ്യക്തികളും ഒക്കെ ഇവിടെ വീടുകൾ പണിത് കൊടുക്കുന്നുണ്ടേ. ഈ സമയത്ത് ഒരുപാട് പേര് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഒക്കെ വർക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ പണി പൂർത്തിയാവാറുള്ള വീടുകളാണ്. എല്ലാ വീടിൻ്റെയും മുന്നിൽ കൂടെ റോഡുകളുമുണ്ട്. ഒരു കിടില സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വീടുകൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പൂർത്തിയാവാനുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഒരുപാടുണ്ട്. സർക്കാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഇവിടെ വില്ലകളും വീടുകളും ടൗൺഷിപ്പും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ വീട്ടുകളെയും വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലമാണിത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം ഒന്നിച്ചാണെന്നാണ് തോന്നുന്നത്. അതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ടൗൺഷിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീടും ഇതിൻ്റെ മെയിൻ്റനൻസ് ഭംഗിയായിട്ട് നടന്നാലാണ് ഇതൊരു ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ നന്നായിരിക്കും, പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കാര്യമായിട്ട് ബാധിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ടൗൺഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കുറേ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയും ഒരുപാട് പണി നടക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും. കൽപ്പറ്റയിലെ ഈ പുതിയ ടൗൺഷിപ്പ് ഇപ്പം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടുണ്ട് കുറേ എണ്ണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൽപ്പറ്റയിലെ പുതിയ ടൗൺഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.
ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് വേറൊരു റേഞ്ച് സ്ഥലമാവും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വരും നമ്മുടെ കൽപ്പറ്റയിലെ പുതിയ ടൗൺഷിപ്പ് കാണാനായിട്ട്. ഒരിക്കൽ കൂടി വരേണ്ടി വരും.